എലികൾക്കായി ഒരു ക്ഷേത്രം, ചുറ്റിനും ആയിരക്കണക്കിന് എലികൾ. നിങ്ങൾ വഴിമാറുക, എലികൾ മാറില്ല. എവിടെയെങ്കിലും ഇരുന്നാലോ ചില എലികൾ മടിയിൽ കയറിയിരിക്കും, ചിലവ ചുവലിൽ കയറും. തങ്ങൾക്കതിനുള്ള അവകാശമുണ്ട് എന്ന മട്ടിൽ. രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. മധുരപലഹാരങ്ങൾ, പാൽ, റൊട്ടി, പരിപ്പ്, തേങ്ങ എന്തും നൽകി എലികളെ പ്രസാദിപ്പിക്കാം. പിന്നൊരു കാര്യം, അബദ്ധവശാൽ പോലും അവയെ ചവിട്ടരുത്. നിങ്ങളുടെ ചവിട്ടേറ്റ് എലികളിൽ ഏതെങ്കിലും മരണപ്പെട്ടാലോ കുടുങ്ങിയത് തന്നെ. ഒരു സ്വർണ്ണ എലിയെ അവിടെ സമർപ്പിക്കുക. അതിന് കഴിയില്ലെങ്കിൽ ഒരു വെള്ളി എലിയെയെങ്കിലും നൽകുക. അല്ലാതെ നിങ്ങൾക്ക് പോരുവാൻ കഴിയില്ല. അതിനാൽ സാധാരണ ഒരു ക്ഷേത്ര ദർശനം നടത്തും പോലെ ചില്ലറ തൊട്ടുമായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തരുത്. പിന്നൊരു കാര്യം, എലികളെ വണങ്ങി പ്രസാദത്തിന് കൈനീട്ടുമ്പോൾ കിട്ടുക എലി കഴിച്ച് ബാക്കിയായ ഭക്ഷണ അവശിഷ്ടമായിരിക്കും. ഭക്തിപൂർവം കഴിച്ച് അനുഗ്രഹം വാങ്ങുക. രോഗശാന്തി തേടി അസംഖ്യം ഭക്തജനങ്ങളെത്തുന്ന രാജസ്ഥാനിലെ കർണിമാതാ ക്ഷേത്രത്തിലെ വിചിത്രമായ ആരാധനകളിലേക്കും വിശ്വാസങ്ങളിലേക്കും മിസ്ഡ് സ്റ്റോറിയിലൂടെ യാത്ര പോകാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നേരെ രാജസ്ഥാനിലെ ദേശ്നഗ് പട്ടണത്തിലുള്ള കർണിമാതയുടെ പേരിൽ അറിയപ്പെടുന്ന അദ്ഭുത ക്ഷേത്രത്തിലേക്ക് പോകാം. കുരങ്ങുകൾ സ്വൈര്യവിഹാരം നടത്തുന്ന പല ക്ഷേത്രങ്ങളും നാം കണ്ടിട്ടുണ്ടാകും. ഭയലേശമില്ലാതെ അവ ഭക്തരുടെ കയ്യിൽ നിന്നും ഭക്ഷണം തട്ടിയെടുക്കുകയും വാങ്ങിക്കഴിക്കുകയുമൊക്കെ ചെയ്യും. അതുപോലെയാണ് കർണിമാത ക്ഷേത്രത്തിലെ എലികളും. ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഭക്ഷണപ്പുരയിൽ നിന്നും സന്ദർശകരുടെ കയ്യിൽ നിന്നും ഒരു പേടിയുമില്ലാതെ അവ ഭക്ഷണം കഴിക്കുന്നു. ഇത് തങ്ങളുടെ അവകാശമാണ് എന്ന മട്ടിൽ സന്ദർശകർ ഒരു പരിഭവമില്ലാതെ അവയെ കയ്യിലെടുത്ത് ഓമനിക്കുന്നു. ഏറെയും കറുത്ത എലികളാണ്. കൂട്ടത്തിൽ വെളുത്ത എലികളെ കണ്ടാൽ ഭക്തി അധികരിക്കുന്നു. അവയെ പ്രത്യേകം പ്രണമിക്കുകയും ചെയ്യുന്നു. കർണിമാത ക്ഷേത്രത്തിലെ കാബ എന്ന് ഭക്തിപുരസരം വിളിക്കുന്ന മൂഷിക ആരാധനയ്ക്ക് പിന്നിലുള്ള ചരിത്ര വസ്തുതകളിലേക്ക് പോകാം. കർണിമാത ഭക്തിയുടെ മൂർത്തിമത് ഭാവമായിരുന്നു. തൻ്റെ പ്രിയ അനുജത്തിയുടെ 4 മക്കളിൽ ഇളയ പുത്രനായ ലക്ഷ്മണൻ ഒരു നാൾ കപിൽ സരോവരത്തിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങിമരിക്കുന്നു. തൻ്റെ പ്രിയപുത്രൻ നഷ്ടപ്പെട്ട വേദനയിൽ അതീവ ദുഃഖിതയായ മാതാവ് കർണിമാതയെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്നു. മകനില്ലാതെ താൻ ജീവിച്ചിരിക്കയില്ല എന്നും അവനെ തിരികെ എത്തിക്കുവാൻ കർണിമാതയ്ക്ക് മാത്രമേ കഴിയൂ എന്നും വിലപിക്കുന്നു. സഹോദരിയുടെ ദുഃഖത്തിൽ മനസ്സു നൊന്ത കർണിമാത യമപുരത്തിലെത്തുന്നു. ലക്ഷ്മണൻ്റെ ജീവൻ തിരികെ നൽകുവാൻ യമദേവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരിക്കൽ ദേഹത്തിൽ നിന്ന് ജീവൻ തിരികെ എത്തിക്കുക എന്നത് യമപുരത്തിലെ ന്യായ സംഹിതയ്ക്ക് വിരുദ്ധമാണെന്നും അത് പുനർജനി ചക്രത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും താൻ നിസ്സഹായനാണുവെന്നും യമദേവൻ ദേവിയോട് ഉണർത്തുന്നു. അങ്ങനെയെങ്കിൽ ലക്ഷ്മണൻ ഒരു എലിയായി പുനർജനിക്കട്ടെ എന്നും തൻ്റെ വംശാവലിയിൽ ഒരാളും ഇനിയും യമപുരത്തിലെത്തില്ല എന്നും യുഗയുഗാന്തരങ്ങളിൽ മൂഷികനായും മർത്യനായും ജനന മരണചക്രം പാലിക്കപ്പെടുമെന്നും ദേവി അരുളുന്നു. തുടർന്ന് ദേവി സ്വയം ഒരു എലിയായിത്തീരുന്നു. ദേവിയുടെ ഇച്ഛപ്രകാരം ലക്ഷ്മണനും മരണശേഷം മറ്റംഗങ്ങളും എലികളായി പുനർജനിക്കുന്നു. ഇന്നും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ വെളുത്ത എലികളെ ദർശിക്കുന്നത് അതീവ ഭാഗ്യമായി കരുതപ്പെടുന്നു. മറ്റ് ഹിന്ദുപുരാണ വിശ്വാസങ്ങളിൽ നിന്നും വിരുദ്ധമായി പല പല പുനർജനികൾ ഉണ്ടാവാതെ മൂഷികനും മനുഷ്യനുമായി മാറി മാറി കർണിമാതയുടെ വംശം ഭൂമിയിൽ ജീവിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും വലിയ പാത്രങ്ങളിൽ എപ്പോഴും പാൽ നിറച്ചു വച്ചിരിക്കും. എലികൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന വലിയ പാത്രങ്ങൾ എവിടെയും കാണാം. സന്ദർശകരെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രസാദമാണ്. എലി ഭക്ഷിച്ചതിന് ശേഷം വന്ന ഭക്ഷണം ഭക്തി ആദരപൂർവ്വം ഭക്തർ ഭക്ഷിക്കുന്നു. എലിയുടെ ഉമിനീർ പുരണ്ട ഭക്ഷണ അവശിഷ്ടം കഴിച്ചാൽ അത്ഭുതകരമായ രോഗശാന്തി കിട്ടുമെന്നും പലരും അവകാശപ്പെടുന്നു. ഈ അവകാശവാദം ആധുനിക ലോകത്തിൽ ശാസ്ത്രബോധത്തിന് നേർ വിപരീതമാണ്. എങ്കിലും എലിയുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച ഒരാൾക്ക് പോലും എലികൾ മുഖേനയുള്ള ഒരു രോഗവും പിടിപെട്ടിട്ടില്ല എന്നത് ആശ്ചര്യജനകമായി തോന്നാം. തന്നെയുമല്ല, 20-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ പണികഴിപ്പിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ഈ പ്രദേശത്ത് ഒരു പ്ലേഗ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ആരോഗ്യ പ്രവർത്തകരെയും ഗവേഷകരെയും ഇന്നും അത്ഭുതപ്പെടുത്തുന്നു.
വേറിട്ട ആരാധനാരീതിയും വൈവിധ്യം നിറഞ്ഞ അനുഷ്ഠാനങ്ങളുമായി നിരവധി ഭക്തരെയാണ് കർണിമാതാവും മൂഷികവൃന്ദവും കാത്തിരിക്കുന്നത്. ഇതുപോലെ ആശ്ചര്യജനകമായ അറിവുകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.